ഹലോ ഗായ്സ്, നമുക്കിന്നൊരു നാടൻ മത്തിക്കറി ഉണ്ടാക്കിയാലോ. നല്ല നാടൻ ഈ വല കുടയുന്നവരുടെ മത്തിയാണിത്. നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. ഇപ്പം മഴയൊക്കെ പെയ്യുന്നത് കാരണം മത്തിക്ക് നല്ല രുചിയുണ്ട്. അങ്ങനെ നമ്മുടെ മത്തി ഇവിടെ വൃത്തിയായി വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. ഇതിലേക്ക് ആവശ്യമായ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി കൂടുതൽ ചുമന്നുള്ളി, നല്ല കറിവേപ്പില. ഇതൊന്ന് ക്രഷ് ചെയ്തോ ചതച്ചോ എടുക്കാം. കറിയിലേക്ക് നമുക്ക് ഒരല്പം പെരിഞ്ജീരകം അരച്ച് ചേർക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇത് മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ജീരകം നല്ലതുപോലെ, അതായത് വലിയ ജീരകം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. ഈ പെരിഞ്ജീരകം പൊടി ചേർത്താലും മതി. നമ്മുടെ മത്തി മുളകിട്ടതിലേക്ക് ആവശ്യമായ പുളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് ചേർക്കുന്നത്. കാര്യം നമുക്ക് ആ കറിക്ക് നല്ല പോലെ പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങിക്കിട്ടാൻ അത് ഉപകാരപ്പെടും. ചെറിയതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ, ഒരുപാടല്ല എന്നാലും കുറച്ച് ചെറുതാക്കി അരിഞ്ഞാണ്. അപ്പോൾ പെട്ടെന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പുളി അതിലേക്ക് നല്ല പോലെ ഇറങ്ങിക്കിട്ടും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. മീൻ കറിക്ക് ഏറ്റവും ബെസ്റ്റാണ് ഉലുവ. ഉലുവ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ്. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക് നല്ലതുപോലെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമായ പൊടികൾ ചേർക്കാം. സിമ്മിലിട്ടതിന് ശേഷമേ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടതിന് ശേഷം പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുത്താൽ മതി. കാരണം പൊടികൾ കങ്ങിപ്പോവാൻ പാടില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിക്ക് എരിവുള്ളത് കാരണം 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കൂടി മുളക് പൊടി. അല്പം കൂടി ചാറ് വേണമെന്നത് കാരണം ഞാൻ 1 സ്പൂൺ കൂടി, അതായത് 3. ഇനി ഇവയെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളിയിട്ട ഈ മത്തിക്കറിക്ക് വളരെ ടേസ്റ്റായിരിക്കും. വളരെ നല്ല കറിയാണ്. നമ്മളെ കപ്പയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല കറിയാണ്. ഇനി നല്ലപോലെ തിളക്കട്ടെ. നമ്മുടെ മത്തി മുളക് കറി നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം മീനിട്ടാൽ മതി. കാര്യം അതിൻ്റെ ഉപ്പും പുളിയും നല്ലപോലെ ആ കറിയിൽ ജോയിൻ്റ് ആയി കഴിയുമ്പോൾ മീനിടുകയാണെങ്കിൽ മീനിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ഉപ്പും പുളിയും കയറി പിടിക്കും. വളരെ ടേസ്റ്റി ആയിരിക്കും. മീനിനും രുചിയുണ്ടാവും. നമ്മുടെ കറി തിളച്ചു. ഒരുവിധം ഒരല്പം വെള്ളം വറ്റിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും എന്ത് കറി വെച്ചാലും ശരി, വെള്ളം അധികമാവാതെ വെക്കുന്നതായിരിക്കും രുചി. വെള്ളം കുറച്ച് വെക്കുന്ന കറികൾക്കായിരിക്കും ടേസ്റ്റ്. എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. കണ്ടോ, ആ മീൻ കിടക്കുന്ന അത്രയും ചാറേ ഞാൻ വെച്ചിട്ടുള്ളൂ. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ആദ്യം നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് കറിയാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മളൊരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. വളരെ നല്ല മത്തി മുളകിലിട്ട കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.